ഹലോ ഫ്രണ്ട്സ്, മംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ എങ്ങോട്ടാണ് പുറപ്പെട്ട് പോകുന്നതെന്നല്ലേ? അപ്പോൾ ഞങ്ങൾ പോകുന്നത് പഴനി, കൊടൈക്കനാൽ എന്നിവിടങ്ങളിലേക്കൊക്കെയാണ്. അപ്പോൾ പഴനിയിൽ തൊഴണമെന്ന് കുറേ കാലമായി ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ പോയിട്ടുള്ളതാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ ആയിപ്പോൾ അവരെ ഒന്ന് തൊഴിയിക്കണമെന്ന് കുറേ നാളായി ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെ അതിനായിട്ട് പുറപ്പെട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ രാവിലെ 5:15 ആകുമ്പോൾ ഞങ്ങൾ പുറപ്പെട്ട് പോയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇപ്പോൾ നേരത്തെ പെട്ടെന്ന് വെളിച്ചാവുമല്ലോ, അതുകൊണ്ട് തന്നെ അങ്ങനെ ഇരുട്ടൊന്നുമല്ല ഇപ്പോൾ. അപ്പോൾ പോണ വഴിക്കുള്ള ഒരു കാറ്റാടിപ്പാടാണത്. അവിടെ ആ പോണ വഴിക്കൊക്കെ ഒരുപാട് കാറ്റാടിപ്പാടം ഇഷ്ടം പോലെയാണ്. കാണാൻ നല്ല രസമാണല്ലേ, ഇങ്ങനെ തിരിയുന്നത് കാണാൻ. ഭയങ്കര കാറ്റുമാണ് കേട്ടോ അവിടെ. നല്ല രസമാണ്, നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമാണ്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ സ്ലോ ആക്കിയിട്ടൊക്കെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ കണ്ടപ്പോൾ നമ്മളെ സ്വന്തം വണ്ടിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് നേരമൊക്കെ ഒന്ന് ആസ്വദിച്ച് പോവാം. അപ്പോൾ കുറച്ച് ദൂരം തന്നെ ഉണ്ടായിരുന്നു ഈ കാറ്റാടിപ്പാടം. അപ്പോൾ അങ്ങനെ പഴനിയിൽ എത്തിയിട്ടോ ഞങ്ങൾ. അപ്പോൾ സ്വന്തമായിട്ട് നമ്മൾ വണ്ടിയിൽ ഞങ്ങൾ മഞ്ചേരിയിൽ നിന്ന് ആണ് പോരുന്നത്. അപ്പോൾ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഇനി ട്രെയിന്, ബസ്സൊക്കെ ഉണ്ട് അവിടേക്ക്. പഴനി കൊടൈക്കനാലിലേക്കൊക്കെ ബസ്സുണ്ട്. അങ്ങനെ പോരേണ്ടവർക്ക് അങ്ങനെ പോരാം. അപ്പോൾ സ്വന്തമായിട്ടാകുമ്പോൾ നമ്മളെ കാറിൽ പോരുമ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ നിർത്തി വേറെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കാണാനും കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനൊക്കെ കഴിയും. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ്. അപ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമുക്ക് കണ്ടില്ലേ ഓരോരുത്തരുടെ ജീവിത രീതിയും അവരെ ഓരോ കൾച്ചറും കാര്യങ്ങളൊക്കെ. നമ്മൾ വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് നമുക്ക് അവിടുത്തെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളെ നാട്ടിൽ തന്നെ നിൽക്കുമ്പോൾ നമ്മളെ രീതികളൊക്കെ അല്ലേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഓരോ ട്രിപ്പുകളൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വേറെയുള്ള ആൾക്കാരുടെ ഓരോ കാര്യങ്ങളും നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അവിടെ പഴനിമല ഇരിക്കുകയാണ്. അപ്പോൾ പഴനിമല കാണുന്നുണ്ടല്ലോ എല്ലാവരും. അപ്പോൾ നമുക്ക് ഈ ഒരു പാലത്ത് കൂടെ അങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ നേരെ പഴനിമല ആ ഒരു സെൻറ്ററിലേക്കാണ് എത്തുന്നത്. പിന്നെ അതിൻ്റെ താഴെ നമുക്ക് എവിടെ വേണമെങ്കിലും റൂം എടുക്കാം. എന്നിട്ട് കുളിച്ച് ഫ്രഷായിട്ട് നമുക്ക് പോയാൽ മതി. അപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് റൂം എടുത്തത്. വേറൊരു സ്ഥലത്ത് ചെന്നു. അപ്പോൾ അവിടെ തീരെ വൃത്തിയൊന്നും തോന്നിയില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഒരു ദിവസം താമസിക്കാനുള്ള ഒരു മാക്സിമം ഒരു റെൻറ്റിനുള്ളൊരു റൂമാണ് എടുത്തത്. വലിയ കുഴപ്പമില്ലാത്തൊരു റൂമാണ്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കാനൊന്നുമല്ലല്ലോ വന്നത്. അപ്പോൾ 2 ബെഡുള്ള നല്ലൊരു റൂമാണ്. ബാത്റൂമുണ്ട്. വലിയ കുഴപ്പമില്ലാത്തൊരു റൂമാണ്. അപ്പോൾ മക്കളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അവരെ സന്തോഷമാണല്ലോ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ആവശ്യം. അവർക്ക് ഇങ്ങനെ യാത്രകൾ പോകുമ്പോഴും ഒക്കെ നമ്മളെ കുട്ടിക്കാലത്ത് നമ്മളെ കൊണ്ടുപോകുമ്പോഴല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മളെ മക്കളെ നമ്മളിങ്ങനെ കൊണ്ടുപോകുമ്പോൾ തന്നെയാണ് അവർക്കും കാണാനൊക്കെ പറ്റും. ഇപ്പോൾ വലിയ കുട്ടികളായതുകൊണ്ട് തന്നെ അവർക്കും ഒറ്റയ്ക്കൊക്കെ പോവാം. സ്കൂളിലും ടൂറൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ. പക്ഷെ നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ അതൊരു വേറൊരു എക്സ്പീരിയൻസാണ്. കൂട്ടുകാരെ കൂടെ പോകുമ്പോൾ അത് വേറൊരു സന്തോഷമാണ്. അപ്പോൾ ഞങ്ങളിവിടെ പഴനി തൊഴാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ ഫോണും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. അപ്പോൾ ഫോണൊക്കെ നമ്മൾ അവിടെ ഏൽപ്പിച്ചിട്ട് വേണം പോകാൻ. ബാഗൊക്കെ കൊണ്ടുപോവാം, ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ രാവിലെയായി പഴനിമലയൊക്കെ വൈകുന്നേരമാണ് ഞങ്ങൾ തൊഴുതത്. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടി പോയതാണ്. ഞാനും എൻ്റെ വലിയ മോനും കണ്ണനും കൂടി. അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ കാവടിയാട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നു. പിന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ പിന്നെ തിരിച്ച് പോകുന്നു കേട്ടോ. പിറ്റേ ദിവസം രാവിലെ തൊഴാനൊന്നും പോയില്ല മോളിക്ക്. പിന്നെ കൊടൈക്കനാലും കൂടി പോകണമല്ലോ. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയെങ്കിലേ നമുക്ക് കുറച്ച് നേരത്തെ ഇങ്ങോട്ട് ഇറങ്ങി പോരാൻ പറ്റുള്ളൂ. മറ്റേത് ഇരുട്ടാവും താഴത്തേക്ക് പോരുമ്പോഴേക്ക്. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇരുത്താണ്. എല്ലാവർക്കും നല്ല വിശപ്പാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ കേരള ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. നല്ല മസാല ദോശയും ഇതൊക്കെ ആയിരുന്നു. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കേരള ഫുഡ് തന്നെയായിരുന്നു ആ ഹോട്ടൽ. നല്ല ഹോട്ടലാണ്. അപ്പോൾ കേരള സ്റ്റോർ എന്ന് തന്നെ തോന്നുന്നു പേര്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പോവുകയാണ് കൊടൈക്കനാലിലേക്ക്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. ഇപ്പോൾ തെങ്ങ്, ഭയങ്കര തോട്ടങ്ങളാണ് കേട്ടോ. ഓരോ തരം തോട്ടങ്ങളും ഉണ്ട്. ഓറഞ്ച് തോട്ടമൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാൻ കണ്ടില്ല, അത് ഇല്ലാത്തതുകൊണ്ടായിരിക്കും നമ്മൾ മനസ്സിലായില്ല. തെങ്ങിൻ്റെ തോട്ടം, മാവിൻ്റെ തോട്ടം, അങ്ങനെ ഓരോ തോട്ടങ്ങളാണ് പോണ വഴിക്കൊക്കെ. അപ്പോൾ നല്ല വ്യൂ ആണ്. വെള്ളച്ചാട്ടം, പഴനിമല പോയിൻ്റൊക്കെ ഉണ്ട് ഇവിടെ. അവിടെ വ്യൂ പോയിൻ്റ് ഉണ്ട്.
അവിടെ നിന്ന് നോക്കിയാൽ പഴനിമല കാണാം. അങ്ങനെ ഓരോ തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് ഈ റോട്ടിൽ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയും. ഉയരത്തിലേക്ക് കയറും തോറും നമുക്ക് ആകെ ഒരു പേടിയാണ് കേട്ടോ. കുട്ടികളൊക്കെ അങ്ങനെ പുറത്ത് വക്കത്തൊക്കെ ഇങ്ങനെ പോയി നിൽക്കുന്ന കാണുമ്പോൾ ഒക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. അതൊന്നും നമ്മളെ നോക്കാനൊന്നും ഇപ്പോൾ ആരും ഉണ്ടാവില്ല അവിടെ. ഇപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ അത് നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ. നല്ല റോഡാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല റോഡാണ്. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് ഓരോ പിന്നെ കുരങ്ങന്മാർ അങ്ങനെ ഓരോ ജന്തുക്കളെയൊക്കെ കാണാം. പിന്നെ അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു 2 കുതിരകളെ. അപ്പോൾ അവർ വളർത്തുന്ന കുതിര തന്നെയാണ് തോന്നുന്നുണ്ടത്. അപ്പോൾ അതിൻ്റെ ആളെ ഒന്നും അവിടെ കണ്ടില്ല. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ്. കുതിരകളൊക്കെ ഇഷ്ടം പോലെയുള്ള സ്ഥലമാണല്ലോ പഴനി എന്ന് പറഞ്ഞാൽ. അപ്പോൾ കുതിരവണ്ടിയൊക്കെ ഉണ്ട് അവിടെ. അതൊന്നും വീഡിയോ എടുക്കാനൊന്നും കൂടുതൽ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ യാത്ര തുടരുകയാണ്. നമ്മളെ മാനസികമായ പിരിമുറുക്കത്തിനും എല്ലാ തരം വിരക്തിക്കൊക്കെ നമുക്ക് ഒരു യാത്രയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് തന്നെ നല്ലൊരു റീഫ്രഷായി മാറും. കുറച്ച് ബഡ്ജറ്റിലൊക്കെ ചെറിയൊരു ബഡ്ജറ്റിലൊക്കെ ഉള്ള ടൂറൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് പോയി വരാം. പിന്നെ അത്യാവശ്യം ഫുഡൊക്കെ നമ്മൾ കയ്യിൽ കരുതുകയാണെങ്കിൽ ഹോട്ടലിലുള്ള അങ്ങനത്തെ ഉള്ള കാര്യങ്ങളും കുറച്ച് കൊണ്ടുവരാൻ കഴിയും. അത്യാവശ്യമൊക്കെ നമുക്ക് കയ്യിൽ വെക്കാമല്ലോ. കുട്ടികൾക്ക് അനാവശ്യമായിട്ട് ഓരോന്ന് വാങ്ങിക്കൊടുത്ത് അവരെ വയറ് കേടാക്കും വേണ്ട. നമ്മളെ കുറച്ചൊക്കെ എന്തെങ്കിലും കയ്യിൽ കരുതിയാൽ മതി. അപ്പോൾ പൂക്കളൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അവരൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടേ ഉള്ളൂ. ഇത് ഡിസംബർ മാസങ്ങളിലൊക്കെയാണ് അത്ര അവിടെ നല്ലതുപോലെ പൂക്കൾ ഉണ്ടാവുക. അപ്പോൾ ഇപ്പോൾ അങ്ങനെ പൂക്കളായിട്ട് കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും അത്യാവശ്യമൊക്കെ ഉണ്ട്. ഇത്ര വലിയ പൂക്കൾ പറയാനില്ല, ഒക്കെ വെട്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ നല്ല തണുപ്പുള്ള സമയങ്ങളിലാണ് അത്രേ കൂടുതൽ ഇതുണ്ടാവുക, പൂക്കൾ ഉണ്ടാവുക എന്ന് പറഞ്ഞവർ. അപ്പോൾ നല്ല രസമായിരുന്നു. ഇത് ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ അവിടെ ഈ ഒരു പാർക്കിൽ. റോസ് ഗാർഡൻ എന്നാണ് ഈ പാർക്കിൻ്റെ പേര്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് ഞങ്ങൾ ഈ പാർക്കിലൊക്കെ പോയത്. അപ്പോൾ ഗുണ കേവിലേക്ക് പോകണമെന്ന് കരുതിയിട്ട് നിന്നതാണ്. പക്ഷേ അവിടെ ആകെ റൂട്ടൊക്കെ തെറ്റി ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ അവിടെ കിടന്ന് കറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനിയും സമയം വഴുകും. അപ്പോൾ രാവിലെ ഒരു 8:30 ആകുമ്പോഴേക്കും ഞങ്ങൾ കൊടൈക്കനാലിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് തന്നെ 4-4:30 മണി ആയിരിക്കുന്നു താഴെ എത്തിയപ്പോഴേക്ക്. അപ്പോൾ അതിലും വൈകിട്ടുണ്ടെങ്കിൽ എന്താവും അവസ്ഥ? അപ്പോൾ രാത്രിയായ എന്തായാലും നമ്മൾ തിരിച്ചിറങ്ങാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ഞങ്ങളെ കൊണ്ട് കഴിയില്ല കേട്ടോ. ഇനി അറിയില്ല, വേറുള്ളവരെ കാര്യമൊന്നും അറിയില്ല. കാരണം ഇരുട്ടല്ലേ, അങ്ങനെ ലൈറ്റൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ അത്ര ഇടുങ്ങി റോഡുകളും ചില ഭാഗങ്ങളിലൊന്നും വീതി ഉണ്ടാവില്ല. അപ്പോൾ അവിടെയുള്ള ഒരു പാർക്കാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഊഞ്ഞാലൊക്കെ ആടി. ഇതൊക്കെ രസമാണ് നമുക്ക്. നമ്മൾ ആ ഒരു കുട്ടിക്കാലത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ മക്കളവിടെ കളിക്കുന്നതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. ഇതൊക്കെ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കടന്നു പോകും അവർ. അപ്പം നമുക്കൊന്ന് കാണാനും ഒക്കെ നമ്മളിങ്ങനെ ഓരോ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചാൽ നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ അവരെ ഓരോ കുട്ടിക്കാലത്തെ ഓരോ കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ അതൊക്കെ തമാശയ്ക്കാണ് കേട്ടോ തല്ലുകൂടുന്നതൊക്കെ. അതൊന്നും ഇപ്പോൾ കാര്യമായിട്ട് സീരിയസ് ആയിട്ടൊന്നുമല്ല. അപ്പോൾ കുരങ്ങിനെ കണ്ടില്ലേ, അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്നോ ഞാൻ ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനൊന്നും ആർക്കും വലിയ താല്പര്യമില്ല. അമ്മ അത് പോസ്റ്റ് ചെയ്യും, ഫേസ്ബുക്കിലിടുന്നൊക്കെ പറഞ്ഞ് എന്നെ ഇതാക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്ന്. അപ്പോൾ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എവിടെ ചെന്നാലും ഇതല്ലേ, കയ്യിൽ മൊബൈലുണ്ടെങ്കിൽ എവിടെ നിന്നാലും ഫോട്ടോ എടുക്കാം നമുക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഈ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇനി കൂടുതൽ റെസിപ്പികളും പുതിയ നല്ലൊരു ഡേ മൈ ലൈഫൊക്കെ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.